ഹേ ഓൾ ഇംഗ്ലീഷ് ലാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് BA ഇംഗ്ലീഷ് ഡിഗ്രിയിലെ ഫസ്റ്റ് സെമസ്റ്ററിലെ ഫിലിം സ്റ്റഡീസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് സിനിമ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട ആംഗിൾസും ഷോട്ട്സിനെയും പറ്റിയാണ്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്യാമറ ആംഗിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്യാമറ എങ്ങനെയാണോ ഒരു സബ്ജക്റ്റിനെ ഷൂട്ട് ചെയ്യുന്നത് അതിനായിട്ട് ആ ക്യാമറ വെക്കുന്ന രീതിയാണ് ക്യാമറ ആംഗിൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 4 ടൈപ്പ് ക്യാമറ ആംഗിളാണ് നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്നത്. ഒന്നാമത്തേതാണ് ഹൈ ആംഗിൾ. ഹൈ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ സബ്ജക്റ്റിൻ്റെ മേളിൽ നിന്ന് താഴോട്ടായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. അത് നമ്മുടെ സബ്ജക്റ്റ്, അതായത് ഇപ്പം നായകനാണെങ്കിൽ നായകൻ, വില്ലനാണെങ്കിൽ വില്ലൻ, ആ സബ്ജക്റ്റിൻ്റെ വീക്ക്നെസ്സിനെ കാണിക്കും. അതുകൊണ്ട് തന്നെ ലോ ആംഗിൾ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റിൻ്റെ അടിയിൽ നിന്ന് മേപ്പോട്ടത്തേക്കായിരിക്കും ഷോട്ട് പോകുന്നത്. അതായത് ബിഗ് ബിയിലൊക്കെ ബിലാൽ നടന്നു വരുമ്പോൾ എടുക്കുന്ന ഷോട്ടില്ലേ, അത് ആ സബ്ജക്റ്റിൻ്റെ പവറിനെയാണ് കാണിക്കുന്നത്. പിന്നെ ഐ ലെവൽ അഥവാ ന്യൂട്രൽ വ്യൂ, റിയലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ നോക്കുന്ന വ്യൂവിനെയാണ് ഐ ലെവൽ എന്ന് പറയുന്നത്. പിന്നെ ഡച്ച് ആംഗിൾ എന്ന് പറയും, അതായത് നമ്മുടെ ക്യാമറ ടിൽറ്റ് ചെയ്യും, വിഷ്വൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അത് ആ കൺഫ്യൂഷനെയൊക്കെ കാണിക്കാനാണ്. ഇതൊക്കെയാണ് നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ഷോട്ടുകൾ. ഇനി നമ്മൾ ഷൂട്ട് ചെയ്യുന്ന രീതിയിലെ ഷോട്ടുകളെ പറ്റിയാണ് പറയുന്നത്. ഫസ്റ്റാണ് ക്ലോസപ്പ് ഓർ എക്സ്ട്രീം ക്ലോസപ്പ്. അതായത് സബ്ജക്റ്റിൻ്റെ ഏറ്റവും അടുത്തുള്ള ആംഗിളിൽ ക്യാമറ കൊണ്ടുവെക്കും. പ്രധാനമായിട്ട് കണ്ണ്, മുഖം അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്ത് കാണിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം തന്നെ നമ്മുടെ ആ സ്ലൈഡിൽ കൊടുത്തേക്കുന്ന പടം, അത് അവഞ്ചേഴ്സ് എന്ന് പറയുന്ന സിനിമയിലെ ടോണി സ്റ്റാർക്കിൻ്റെ ഇമോഷൻസിനെ കാണിക്കാൻ വേണ്ടിയാണ് സംവിധായകൻ ആ ഷോട്ട് എടുത്തേക്കുന്നത്. ഇത് ഒരു ക്ലോസപ്പ് ഷോട്ടിനും എക്സ്ട്രീം ക്ലോസപ്പ് ഷോട്ടിനും ഉദാഹരണമാണ്. മീഡിയം ഷോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ടറിൻ്റെ വേസ്റ്റിൽ നിന്ന് ഹെഡ് വരെയുള്ള ഭാഗമായിരിക്കും ആ ഷോട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നോർമലി ഇൻഡോർ സീൻസ് ഷൂട്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. നോർമലി ഒരു സിനിമയുടെ 90% ഭാഗങ്ങളും മീഡിയം ഷോട്ടിലായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. ഇത് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഇമോഷൻസും കണക്ഷൻസും ഒക്കെ കാണിക്കാനാണ് ഡയറക്ടേഴ്സ് നോർമലി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോൺവെർസേഷൻ നടക്കുമ്പോഴും മിക്കപ്പോഴും മീഡിയം ഷോട്ടാണ് ഉപയോഗിക്കുന്നത്. സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. നോർമലി ഒരു ക്യാമറ വെച്ച് എടുക്കുന്ന ഷോട്ട്, നമ്മളിപ്പം ഫോണിൽ വീഡിയോ എടുക്കുന്നത് മിക്കതും മീഡിയം ഷോട്ടിലായിരിക്കും. നമ്മൾ ക്ലോസപ്പ് ഉപയോഗിക്കാറില്ല. അടുത്തത് മീഡിയം ലോങ് ഷോട്ടാണ്. നോർമലി ഈ ഷോട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടറും ക്യാരക്ടറിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഷോട്ട് ഉപയോഗിക്കുന്നത്. നോർമലി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ക്യാരക്ടറിൻ്റെ നീ തൊട്ട് മേപ്പോട്ടുള്ള ഭാഗങ്ങളായിരിക്കും ഈ ആംഗിളിൽ ഉൾപ്പെടുന്നത്. ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടറിൻ്റെ പവറോ ക്യാരക്ടറിൻ്റെ സ്വഭാവങ്ങളോ എല്ലാം കാണിക്കാനാണ്. ഇപ്പം സ്ലൈഡിൽ കൊടുത്തേക്കുന്ന ആ ചിത്രമില്ലേ, അത് അയൺമാൻ സിനിമയിലെ ടോണി സ്റ്റാർക്ക് നിൽക്കുന്നതാണ്. പുറകിൽ പുള്ളി കണ്ടുപിടിച്ച ഒരു മിസൈലിൻ്റെ പവർ കാണിക്കുന്ന സീനാണ്. ഇങ്ങനത്തുള്ള സീനുകളിലാണ് മിക്കപ്പോഴും മീഡിയം ലോങ് ഷോട്ട് ഉപയോഗിക്കുന്നത്. ഈ മീഡിയം ലോങ് ഷോട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ലോങ്ങും അല്ല മീഡിയവും അല്ല, നടുക്ക് നിൽക്കുന്ന ഒരു രീതിയിലുള്ള ഷൂട്ടാണ്. ലോങ് ഷോട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ക്യാമറ സബ്ജക്റ്റും തമ്മിൽ നല്ല ദൂരം ഉണ്ടാവും. അതേപോലെ തന്നെ സബ്ജക്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ നമുക്കറിയാൻ പറ്റും. ബേസിക്കലി ഇത് വാഴ്സ്, ഫൈറ്റ്സ് അങ്ങനത്തുള്ള സീനുകളിലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ സ്ലൈഡിൽ കൊടുത്തേക്കുന്ന പടവും അതേവിട്ടൊരു ഫൈറ്റ് നടക്കുന്നതിൻ്റെ ഇടയ്ക്കുള്ളൊരു സ്റ്റില്ലാണ്. ഇതിൽ നമുക്ക് ആ ക്യാരക്ടറിനെ മാത്രമല്ല പുള്ളിക്കുന്ന ബാക്ക്ഗ്രൗണ്ടും ബാക്കി എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അതിലൂടെ എത്ര ഇൻറ്റൻസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെയാണ് ആ ക്യാരക്ടർ കടന്നു പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. സോ ബേസിക്കലി ലോങ് ഷോട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റൻസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് കാണിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഹാപ്പിനെസ്സും ഇമോഷൻസും എല്ലാം കാണിക്കാൻ ഉപയോഗിക്കാറുണ്ട്. എക്സ്ട്രീം ലോങ് ഷോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. ഈ ഷോട്ടിനകത്ത് സബ്ജക്റ്റിനും ബാക്ക്ഗ്രൗണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് വരുന്നതും. മിക്ക സമയത്തും സബ്ജക്റ്റിന് നമുക്ക് കാണാൻ പോലും പറ്റില്ല, ബാക്ക്ഗ്രൗണ്ടിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വിക്രം സിനിമയിലെ കമലഹാസൻ്റെ ഇൻട്രോ പറയില്ലേ, ആ ഷോട്ടിനകത്ത് കമലഹാസൻ്റെ കണ്ണിൽ നിന്ന് ക്യാമറ പോയി ഭൂമിയുടെ മേളിലെത്തുന്നില്ലേ, അതൊരു ലോങ് ഷോട്ടിന് ഉദാഹരണമാണ്. അതേപോലെ തന്നെ വലിയ വലിയ യുദ്ധങ്ങൾ, ബാഹുബലി യുദ്ധത്തിൽ മേളിൽ നിന്നുള്ള ഷോട്ട് കാണിക്കില്ലേ, 2 ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്നത്, അതുമെല്ലാം ലോങ് ഷോട്ടിന് ഉദാഹരണമാണ്. ഇതൊക്കെയാണ് മേജറായിട്ട് ഫിലിം മേക്കിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറ ആംഗിൾസ്, ഷോട്ടുകളും. എക്സാമിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഈ ഒരു പോർഷനിൽ നിന്ന് ഏതെങ്കിലും 2 ഷോട്ടിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. എല്ലായ്പ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. സോ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ കമൻറ്റ് ചെയ്യണം. എന്നെങ്കിൽ എനിക്ക് ഇതിലും നല്ല രീതിയിൽ പുതിയ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.